ഗുഡ് ഈവനിങ്. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരീക്ഷയുടെ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 20 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. രണ്ടാമത്തെ 20 സെറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ എഴുതുന്ന ആളുകൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സെറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് കാണാം, HST എക്സാം എഴുതുന്ന ആളുകൾക്ക് കാണാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. റൈറ്റ്, ഒന്നാമത്തെ ചോദ്യം. Question number 1. The solution of the differential equation y dx plus x dy equal to 0 is. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഇത് വാരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. dy by dx ഉം y dx ഉണ്ട്, x dy ഉണ്ട് അല്ലെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതി ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? y dx പ്ലസ് എക്സ് ഡി വൈ എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാറുണ്ട് അല്ലെ. ശരിയല്ലേ? അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷനോട് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ടല്ലോ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഒന്നിച്ചു വരുന്നതുകൊണ്ട് ഇത് എക്സ് വൈ തന്നെ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ആണ് 0 അല്ലെ. അപ്പൊ 0ന്റെ ഇന്റഗ്രൽ എന്തായിട്ട് വരും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എക്സ് വൈ ഈക്വൽ ടു കെ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്ഷൻ എ എന്ന് എഴുതാം. ഇങ്ങനെയാണോ എല്ലാവരും ചെയ്തു നോക്കിയത്? ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തു നോക്കിയത്? നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്തു നോക്കിയതെങ്കിൽ ചിലപ്പോൾ വാരിയബിൾ സെപ്പറബിൾ മെത്തേഡിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ y dx എന്ന് എഴുതും, ഈക്വൽ ടു മൈനസ് എക്സ് ഡി വൈ എന്ന് എഴുതും. എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ dx ബൈ എക്സ് എന്ന് എഴുതും, മൈനസ് ഡി വൈ ബൈ വൈ എന്ന് എഴുതും. ഇന്റഗ്രേറ്റ് ചെയ്യും രണ്ട് സൈഡിലും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് വൈ പ്ലസ് ലോഗ് കെ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിനെങ്ങോട്ട് കൊണ്ടുവരിക? ഇപ്പൊ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് കെ എന്ന് കിട്ടും അല്ലെ. ഇത് എന്താണ്? ലോഗ് എക്സ് വൈ ആണ്. ലോഗ് എക്സ് വൈ ഇസ് ലോഗ് കെ. രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുത്താൽ എക്സ് വൈ ഈക്വൽ ടു കെ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താലും ശരിയാണ്, നോ പ്രോബ്ലം. ഇതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും എളുപ്പം ഇതാണ്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. The solution of the differential equation d square y by dx square plus 4y equal to 0 is. Second order homogeneous differential equation with constant coefficients. Auxiliary equation എഴുതി നമ്മൾ സോൾവ് ചെയ്യും അല്ലേ. ഓക്സിലറി ഇക്വേഷൻ എഴുതി നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ ആദ്യം എഴുതാം. എന്താ ഓക്സിലറി ഇക്വേഷൻ വരിക? എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് ഓക്സിലറി ഇക്വേഷൻ കിട്ടും. എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. കോംപ്ലക്സ് റൂട്ട് ആണ് വരുന്നതെങ്കിൽ സൊല്യൂഷൻ y ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ ഇൻറ്റു ആൽഫ എക്സ് ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് എന്നാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലെ. ഇവിടെ ആൽഫ 0 ആയതുകൊണ്ട് c1 കോസ് 2x പ്ലസ് c2 സൈൻ 2x എന്ന് എഴുതാം. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇതും എളുപ്പമാണ് ചെയ്യാൻ, ഇതും ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ എഴുതിയ ആളുകൾ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എല്ലാം അല്ലേ. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3.
മൂന്നാമത്തെ ചോദ്യം, the solution of the differential equation x square y double dash plus xy dash plus y equal to 0. x square y double dash plus xy dash plus y equal to 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഇത് കോഷീസ് ഇക്വേഷൻ ആണ് അല്ലെ. ഇതിനും നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തിരുന്നത്? ഓക്സിലറി ഇക്വേഷൻ എഴുതിയാണ് ഇതും നമ്മൾ സോൾവ് ചെയ്തത്. എന്തായിരുന്നു ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ? ഓർമ്മയുണ്ടാവും, m square plus a minus 1 into m plus b അല്ലെ. അതായിരുന്നു ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ. എങ്ങനെയായിരുന്നു? m square plus a minus 1 into m plus b equal to 0 എന്നുള്ളതായിരുന്നു ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇത് ഏത് ഫോർമാറ്റിലാണ് നോക്കണം. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 ഫോർമാറ്റിലാണെങ്കിലാണ് ഇങ്ങനെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുക അല്ലെ. ഇതൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് എ എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും, ബി എന്ന് പറയുന്നതും 1 ആണെന്ന് കിട്ടും. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു എം പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1, എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ അല്ലെ. ഐ എമ്മിന്റെ വാല്യൂ ഐ എന്നാണ് നമുക്ക് കിട്ടുക. കോംപ്ലക്സ് റൂട്ട് വന്നാൽ അഗെയിൻ റിയൽ പാർട്ട് മാത്രമുള്ള കോംപ്ലക്സ് റൂട്ടാണ്. വൈ ഈക്വൽ ടു c1 കോസ് ലോഗ് എക്സ് പ്ലസ് c2 സൈൻ ലോഗ് എക്സ് അല്ലെ. ഇതായിരുന്നു സൊല്യൂഷൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരിക. കോഷി ഇക്വേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇതും ഈസിയാണ്, ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? റൈറ്റ്, അടുത്ത ചോദ്യം നോക്കുക. നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ചോദ്യമാണ്. dy by dx plus y tan x equal to sec x. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? dy by dx plus py equal to q ഫോർമാറ്റിൽ വരുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇതൊന്ന് p ഉം q എഴുതും. p is tan x and q is sec x. അപ്പൊ ആദ്യം നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇ റേസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ്, ടാൻ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ്. പിന്നെ ലോഗും ഇയും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് യു വിൽ ഗെറ്റ് സീക്ക് എക്സ്. ഇവിടുന്ന് സീക്ക് എക്സ് എന്ന് കിട്ടും അല്ലെ. ടാൻ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് ആണ്. ഇയും ലോഗും ക്യാൻസൽ ചെയ്ത് പോയിട്ട് സീക്ക് എക്സ് എന്ന് മാത്രം കിട്ടും. അപ്പൊ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? സൊല്യൂഷൻ ഇസ് y into integrating factor is equal to integral q into integrating factor dx plus c. ഇതാണ് സൊല്യൂഷൻ. y sec x ഈക്വൽ ടു ഇന്റഗ്രൽ q എന്ന് പറഞ്ഞാൽ sec x ആണ്. ഓൾറെഡി ഒരു sec x ഉം കൂടെ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് കൊടുക്കും. sec സ്ക്വയർ x dx പ്ലസ് c. sec സ്ക്വയർ x ഇന്റഗ്രൽ tan x പ്ലസ് c. y sec x ഈക്വൽ ടു tan x പ്ലസ് c. ഓപ്ഷൻ സി ആണ് അഗെയിൻ നമുക്ക് ആൻസർ കിട്ടാം. ശരിയല്ലേ? ഓക്കെ ആണോ? അഞ്ചാമത്തെ ചോദ്യം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. 5. ഫൈൻഡ് ദ മീൻ ഓഫ് ദീസ് നമ്പേഴ്സ്. 20, 22, 28, 24. കൂട്ടുക, നമ്പർ ഓഫ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. മീൻ കണ്ടുപിടിക്കാൻ വേറെ എളുപ്പമാർഗങ്ങളൊന്നും വേണ്ട. 20 പ്ലസ് 22 പ്ലസ് 28 പ്ലസ് 24 എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എണ്ണം 4 അല്ലെ. എത്ര കിട്ടുക? 94/4 എന്നാണ് കിട്ടുക. 94/4 അല്ലെ. അപ്പൊ തന്നെ മനസ്സിലാവും കറക്റ്റായിട്ട് 94 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് കിട്ടിയാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 94/4 എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യം അല്ലെ. 2, 8, ബാക്കി റിമൈൻഡർ 1 വരും. പിന്നെ 14, 14 3 പ്രാവശ്യം 12, പിന്നെ ബാലൻസ് 2, പോയിന്റ് ഇട്ടു, 0 കൊടുത്തു, 5 പ്രാവശ്യം 20, 0, 23.5 എന്ന് കിട്ടും. 94/4 23.5. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനേ വേണ്ടൂ. ഇതൊന്നും കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്യാൻ
പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അടുത്തത് ആറാമത്തെ ചോദ്യം നോക്കുക. ഇഫ് എ റാൻഡം വാരിയബിൾ ഫോളോസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ p of 1 equal to p of 0, then the mean of the distribution is. Poisson distribution Poisson distribution random variable ആണ് p of x എങ്കിൽ ആ x ന്റെ എക്സ്പെക്ടേഷൻ എന്താ, മീൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. p of 1 p of 0 ഈക്വൽ ആണ്. എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PDF അല്ലെങ്കിൽ PMF? p of x is equal to നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? e raised to minus lambda lambda raised to x by x factorial എന്ന് എഴുതും അല്ലേ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താ, p of 1 p of 0 ഈക്വൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ p of 1 എന്ന് പറയുന്നത് e raised to minus lambda lambda raised to 1 by 1 factorial which is equal to e raised to minus lambda lambda raised to 0 by 0 factorial. e raised to minus lambda രണ്ട് സൈഡിലും കട്ട് ചെയ്യുക. lambda by 1 factorial is lambda which is equal to lambda raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, by 0 factorial 1. അപ്പോൾ lambda equal to 1 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ മീൻ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ആണ്. therefore it is 1. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലെ റാൻഡം വാരിയബിളിന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 1 ആണ് ആൻസർ എന്ന് എഴുതാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ചോദ്യം. The variance of the uniform distribution with the probability density function f of x equal to 1 by 3 less than x less than 6. 3യുടെയും 6ന്റെയും ഇടയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടുത്തെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിന്റെ വാരിയൻസ് എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വാരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ഉണ്ട് അല്ലെ. എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 1 by b minus a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇതാണെങ്കിൽ വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, b minus a the whole square. variance of x is b minus a the whole square by 12 അല്ലെ. b minus a the whole square by 12 ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വാരിയൻസ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ബി എന്ന് പറയുന്നത് 6ഉം എ എന്ന് പറയുന്നത് 3ഉം ആണ്. അപ്പോൾ 6 minus 3 by 12, 6 minus 3 the whole square by 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 square by 12, 9 by 12 എന്ന് വരും അല്ലെ. 9 by 12 is 3 by 4. 9 by 12 is 3 by 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. ക്ലിയർ ആണോ? ഇതൊക്കെ ഇത് കേട്ട് മതിയായോ? കുറെ പേരൊക്കെ പോയല്ലോ, കാണുന്നില്ലല്ലോ. എട്ടാമത്തെ ചോദ്യം നോക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എട്ടാമത്തത്. ഇതും പ്രോബബിലിറ്റി തിയറിയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണെന്നാ ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 5 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 പ്രോപ്പർട്ടി ഉണ്ട്, അത് പഠിച്ചിരുന്നെങ്കിൽ എളുപ്പമാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 അല്ലേ, അതായത് 5 + 2 7. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 7 എന്ന് കിട്ടും. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. എട്ടാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് mean and variance of a binomial distribution are 4 and 2 respectively, then the probability of failure is. മീനും വാരിയൻസും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വാരിയൻസും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ? ക്യൂ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മീൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞാൽ NP അല്ലെ, അത് 4 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വാരിയൻസ് NPQ അത് 2 എന്ന് തന്നിട്ടുണ്ട്. NP ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4Q = 2 എന്ന് വരും. Q is equal to 2 by 4, that is equal to 1 by 2. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? 1 by 2 ആണ്. Q ആണ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, ഇറ്റ് ഈസ് 1 by 2. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10. The probability of getting 2 red balls from 4 red balls and 3 white balls. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. Probability of getting 2 red balls from 4
റെഡ് ബോൾസ് ആൻഡ് 3 വൈറ്റ് ബോൾസ്. 2 റെഡ് ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി 2 ബൈ 4 3 7 ബോളുള്ള ബാഗിൽ നിന്നും 2/7 ആണ് ഇതിന്റെ പോസിബിലിറ്റി. സിമ്പിൾ ആയിട്ട് എഴുതാം നമുക്ക് 2/7 അല്ലേ. 2 ബോൾ എടുക്കാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടുത്തത് 11ാമത്തെ ചോദ്യം. If x follows normal distribution with the mean 10 and variance 4, then probability of x less than 10 is equal to mean mu എന്ന് പറയുന്നത് 4ഉം variance sigma square എന്ന് പറയുന്നത് mean 10ഉം variance sigma square 4ഉം ആണ്. mean 10 and variance 4. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 അല്ലേ. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റും? ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, സ്റ്റാൻഡേർഡ് നോർമൽ ആക്കി മാറ്റും. എങ്ങനെ മാറ്റും? ഈ ഒരു കൺവേർഷൻ എടുത്താൽ മതി. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ അല്ലേ. പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എടുത്താൽ മതി, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 10 അല്ലേ, ഡിവൈഡഡ് ബൈ സിഗ്മ 2. അതായത് അപ്പോൾ ഇതെന്തായി മാറി? പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ സെഡ് ആയിട്ട് മാറും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനിത്തിങ് 0 അല്ലേ. 0ന് താഴെ വരുന്ന പ്രോബിലിറ്റി എത്രയാണെന്നാ ചോദ്യം. 0ന് താഴെ വരുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. നോർമൽ കർവ് വരയ്ക്കുമ്പോൾ അതിൽ 0 ആണ്. ഇത് 0ന് താഴെ വരുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ കർവ് ആണ്. ഹാഫ് ഓഫ് ദ കർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി എത്രയാ? 0.5. ഹാഫ് ഓഫ് ദ കർവ് പോസിബിലിറ്റി ഈസ് 0.5. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ. 11. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 12. The value of correlation coefficient ranges between. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എന്താണ്? ആറിന്റെ റേഞ്ച്. R is always lies between -1 and +1. -1ന്റെയും +1ന്റെയും ഇടയിലാണ് എപ്പോഴും R ഉള്ളത്. R always lies between -1 and +1. 13ാമത്തെ ചോദ്യം. 13 നോക്കുക. The probability of getting a ticket with the number a multiple of 5 in which in a random draw from a bag containing tickets of even numbers from 1 to 100. 1 മുതൽ 100 വരെ നമ്പേഴ്സ് ഉള്ള ഈവൻ നമ്പേഴ്സിന്റെ ഒരു ടിക്കറ്റ്സ്. ഈവൻ നമ്പേഴ്സ് ആണ് കേട്ടോ. 1 മുതൽ 100 വരെ ഈവൻ നമ്പേഴ്സ്. 1 മുതൽ 100 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? 2 to 100. 2 to 100. ഓക്കെ. 2, 4, 6 അങ്ങനെയുള്ള 50 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അതില് നമ്മുടെ 5ന്റെ മൾട്ടിപ്പിൾസ് ഈവൻ നമ്പർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 10ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണോ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അല്ലെ. 10 എണ്ണാണ് ആൻസർ വരിക 1/5. 10 5ന്റെ മൾട്ടിപ്പിൾസേ ഉണ്ടാവുള്ളൂ ഈവൻ നമ്പേഴ്സ് ആയിട്ട്. ഓക്കെ. 13. 14ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 14. If the joint probability density function of 2-dimensional random variable xy is f of xy equal to 2, 0 less than x less than 1 and 0 less than y less than x, then the marginal density function of y. Y യുടെ marginal density function എന്താണ് എന്നാണ് ചോദ്യം. Y യുടെ marginal density function കണ്ടുപിടിക്കാൻ നമ്മൾ fy of y കണ്ടുപിടിക്കുക അല്ലേ. fy of y എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെയാണെന്ന് കണ്ടുപിടിക്കും. 0 to 1x, 0 to x ആണ് y. അപ്പോൾ വൈയുടെ ലിമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ എവിടെ മുതൽ എവിടെ വരെ എടുക്കണം? ഇറ്റ് ഈസ് ഫ്രം വൈയുടെ അല്ല, എക്സിന്റെ ലിമിറ്റ് അല്ലേ. ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാം, dx. ഓക്കെ, ഇതാണ് എഫ് വൈ ഓഫ് വൈയുടെ ഇക്വേഷൻ. നൗ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് വാരീസ് ഫ്രം മാക്സിമം 1 ആണ്, മിനിമം y ആയിരിക്കും. അപ്പോൾ y to 1, x from y to 1 to dx. ഓക്കെ, ഇതാണ് ലിമിറ്റ് വരിക. അപ്പോൾ 2നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 2x ആണ്. 2xന്റെ വാല്യൂ y to 1 ആണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് 2 into 1 minus y. 2 into 1 minus y, 0 less than y less than 1.
2 into 1 minus y, 0 less than y less than 1. ഇതാണ് ഇതിന്റെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ വരിക. ഓക്കെ, 14. അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. If x1, x2, x3, etc. xn are independently and identically distributed random variables with the variance sigma square, then variance of x1 plus x2 plus x3 plus etc. plus xn by n. ഇതിന്റെ വാരിയൻസ് എന്താണെന്നാണ് ചോദ്യം. എന്താണ് ഈ x1 plus x2 plus etc. plus xn? x1 plus x2 plus etc. plus xn എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സാമ്പിൾ മീൻ എന്ന് പറയുക, അല്ലെ? അപ്പൊ വാരിയൻസ് ഓഫ് സാമ്പിൾ മീൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം വാരിയൻസ് ഓഫ് സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ സ്ക്വയർ ബൈ n ആണ്, അല്ലെ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? x1 plus x2 plus etc. plus xn ഓരോന്നിന്റെയും സിഗ്മ എന്ന് പറയുന്നത്, ഓരോന്നിന്റെയും വാരിയൻസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പൊ n സിഗ്മ സ്ക്വയർ ഉണ്ടാവും. ഇനി ഡിനോമിനേറ്ററിൽ n ഉള്ളതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ, വാരിയൻസ് എടുക്കുമ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ n സ്ക്വയർ വരും. അപ്പൊ n സിഗ്മ സ്ക്വയർ ബൈ n സ്ക്വയർ, n കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ n എന്ന് വരും. അങ്ങനെ പഠിക്കണം എന്നില്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതി വെക്കാം. ബൈ സെൻട്രൽ ലിമിറ്റ് തിയറം വാരിയൻസ് ഓഫ് സാമ്പിൾ മീൻ ഈസ് സിഗ്മ സ്ക്വയർ ബൈ n. 15. 16ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിക്കണേ. Probability of A given B is probability of A. Probability of A given B is probability of B. Probability of A given B is 5. Probability of A given B is probability of A into probability of B. എന്താണ്? Probability of A given B is probability of A. Independent events ആണെങ്കിൽ probability of A given B എന്ന് പറയുന്നത് എന്തായിട്ട് വരും? Probability of A തന്നെ ആയിട്ട് വരിക. Probability of B given A എന്ന് പറഞ്ഞാൽ probability of B ആയിട്ടും കിട്ടും, അല്ലെ? അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത നോക്കുക, 17ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ, ന്യൂമറിക്കൽ മെത്തേഡ്സ് ആയിട്ടാണ്. ന്യൂമറിക്കൽ മെത്തേഡ്സിലെ 4 ക്വസ്റ്റ്യൻ ആണ് ആകെ ഉള്ളത്. ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 3 ഈക്വൽ ടു 0 വിച്ച് ലൈസ് ബിറ്റ്വീൻ 1 and 2 of the given 1 and 2 given by regular falsy method. റെഗുലർ ഫാൾസി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫസ്റ്റ് ഐട്രേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, റെഗുലർ ഫാൾസി മെത്തേഡിൽ നിങ്ങൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ആരെടുക്കുക? നമ്മുടെ ഈ പോളിനോമിയൽ എടുക്കുക, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 2. ഇനി റെഗുലർ ഫാൾസി ഐട്രേഷൻ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടാവല്ലോ? എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് 1 മൈനസ് x1 f of x0 divided by f of x1 minus f of x0. ഇതാണ് ഐട്രേറ്റീവ് ഇക്വേഷൻ, അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് വാല്യൂസ്, നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 1, ഇത് x0 ആണ്, ഇത് x1 ആണ്. ഫംഗ്ഷന്റെ വാല്യൂ അറിയാം, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വാല്യൂ കണ്ടുപിടിച്ചിട്ട്, അല്ലെ? എന്താ കിട്ടാൻ നോക്കി നോക്കൂ. x ഈക്വൽ ടു ഐട്രേറ്റീവ് x ഈക്വൽ ടു 1 into f of 2 minus 2 into f of 1 divided by f of 2 minus f of 1. That is equal to, നിങ്ങൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എത്രയാണ് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1 is 1 plus 1 minus 3 minus 2. That is equal to minus 3. അതുപോലെ തന്നെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞ വാല്യൂ എന്താണെന്ന് നോക്കുക. ഇറ്റ് ഇസ് 8 plus 4 minus 6 minus 2. It will be 4, അല്ലേ? അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. എഫ് ഓഫ് 2 is 4 minus 2 times minus 3 divided by f of 2 is 4 minus 3 plus 3 എന്ന് വരും. Therefore this is 4 plus 6 is 10 by 7 എന്ന ആൻസർ കിട്ടും. 10 by 7 ആണ്. ഒരു മിനിറ്റ് കേട്ടോ, ഇതിൽ കുഴപ്പമുണ്ടോ? ഇത് 3 അല്ലേ, -2 അല്ല, ഇത് 3 ആണേ. ഒരു മിനിറ്റ്, അപ്പോൾ ദിസ് ഇസ് 3. ഓക്കെ, അപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടുത്തെ വാല്യൂ ഇവിടെ -4 എന്നാണ് വരിക. ദിസ് ഇസ് -4 ആൻഡ് ദിസ് ഇസ് -4 ആൻഡ് ദിസ് ഇസ് 5, സോറി 3 അല്ലേ? യെസ്, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണേ. 11 by 7 ആണ് കിട്ടുക. 11 by 7. എഫ് ഓഫ് 2 ഇസ് 3 പ്ലസ് ഇത് 8 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ
7. 3 plus 4, 7. So 11 by 7 nagita. Answer vira 1.571. 1.571 ആണ് കിട്ടുക കേട്ടോ ആൻസർ. 1.571. 17. 18ാമത്തെ ചോദ്യം നോക്കുക. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ ഫോർ ക്യൂബ് റൂട്ട് ഓഫ് 2. ക്യൂബ് റൂട്ട് ഓഫ് 2ന്റെ ഫസ്റ്റ് ഐട്രേറ്റീവ് സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് നമ്മൾ എടുക്കും. ഇവിടുന്ന് എക്സ് ക്യൂബ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. നമുക്ക് ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് മൈനസ് 2. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് 3x², അല്ലേ? ഇനി ഐട്രേറ്റീവ് എക്സ്പ്രഷൻ എഴുതിക്കോളൂ. എന്താണ് എക്സ്പ്രഷൻ വരിക? എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ്, അല്ലേ? ഇതാണ് ഐട്രേറ്റീവ് എക്സ്പ്രഷൻ വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? എക്സ് ക്യൂബ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 3x², അല്ലെ? ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ. 3x³ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3x² എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2x³ പ്ലസ് 2 ബൈ 3x² എന്ന് വരും, അല്ലെ? ഇതാണ് നമ്മുടെ ഐട്രേറ്റീവ് എക്സ്പ്രഷൻ. ഇതിനാണ് ഫസ്റ്റ് ഐട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ വാല്യൂസ് 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 2 എന്നാണ് കിട്ടുക, അല്ലെ? അത് നമുക്ക് എന്തായാലും ആൻസർ ഇല്ല. അപ്പൊ 1 കൊടുത്തു നോക്കൂ. എക്സിന് പകരം എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 2 ബൈ 3, അല്ലെ? 4/3 എന്ന് കിട്ടും, ശരിയല്ലേ? 4/3 is 1.33 എന്ന് വരും ആൻസർ. 1.33 will be the answer. ഓക്കെ, ഇതാണ് 18ാമത്തെ ചോദ്യം, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. 19ാമത്തെ ചോദ്യം നോക്കൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോർവേഡ് ഡിഫറൻസ് ഓഫ് 2 ഫ്രം ദ ഗിവൺ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ്, 2 ഫോർവേഡ് ഡിഫറൻസ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സും വൈയും നമുക്ക് വാല്യൂ എഴുതാം. എക്സ് 2, 3 and 4. വൈയുടെ വാല്യൂ 5, 7 and 8, അല്ലേ? ഫോർവേഡ് ഡിഫറൻസ് ആയതുകൊണ്ട് ഡെൽറ്റ വൈ എഴുതണം. ഡെൽറ്റ വൈ ഇസ് ദ ഡിഫറൻസ് എടുത്തേണ്ടത്. 7 മൈനസ് 5 is 2. ഇനി ഇതിന്റെ ഡിഫറൻസ് 8 മൈനസ് 7 is 1. ഇനി ഡെൽറ്റ സ്ക്വയർ വൈ ഇസ് ഇതിന്റെ ഡിഫറൻസ് -1. അപ്പൊ ഫസ്റ്റ് 2 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫോർവേഡ് ഡിഫറൻസുകൾ. ഇതാണ് 2 and -1. 2 and -1 is ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരും. ഇതൊന്നും മൊത്തമായിട്ട് ചോദിക്കില്ല. മൊത്തമായിട്ട് ചോദിച്ചാൽ ഇതൊന്നും ചെയ്യാനുള്ള സമയം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഫസ്റ്റ് ഐട്രേഷൻ ഡിഫറൻസിലെ വാല്യൂസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ചോദിക്കേണ്ടാവുക. അടുത്തത് 20ാമത്തെ ചോദ്യം. Lagrange's interpolating polynomial fits the data 1, 0, 2, 3, 3, 8. ഒന്ന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏകദേശം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഈക്വൽ ടു 0 ആവുന്ന ടൈപ്പ് ഏകദേശം, പക്ഷെ എന്നാലും മൊത്തത്തിലൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല. 3 വാല്യൂസ് ഉണ്ട്. നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് പോളിനോമിയൽസ് എന്തൊക്കെയാണ് വരിക? എഴുതേണ്ടത് x0ന്റെ വാല്യൂ എഴുതുക. x0 1, x1 2, x2 3, y0 0, y1 3, y2 8, അല്ലേ? ഇനി പോളിനോമിയൽ 2, 3 വേരിയബിൾ ആകുമ്പോൾ നമുക്ക് പോളിനോമിയൽ എക്സ്പ്രഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ. എങ്ങനെയാണ് പി ഓഫ് എക്സ് എഴുതുക? നമ്മൾ പി ഓഫ് എക്സ് x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 ഡിവൈഡഡ് ബൈ x0 minus x1 into x0 minus x2 into y0 plus x minus x0 into x minus x2 divided by x1 minus x0 into x1 minus x2 into y1 plus x minus x0 into x minus x1 divided by x2 minus x0 into x2 minus x1 into y2. ഓക്കെ, ഇതിൽ നിങ്ങൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. x minus x1 is 2 into x minus x2 is 3 divided by 1 minus 2 is -1 into 1 minus 3 is -2.
ഇൻറ്റു വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് മൊത്തത്തിൽ 0 ആയി. പിന്നെ എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇസ് 1 ഇൻറ്റു 2 മൈനസ് 3 ഈസ് മൈനസ് 1 ഇൻറ്റു y1 എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് 1 ഇസ് 2 ഡിവൈഡഡ് ബൈ 3 minus 1 is 2 into 3 minus 2 is 1 into 8. ഇത് 0 ആണ്. ഇതിനെ നോക്കണ്ട. പിന്നെ ഈ വാല്യൂ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ എക്സ് മൈനസ് 1 കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക. ഇത് കട്ട് ചെയ്ത് ഇവിടെ 4 എന്ന് വരും. എക്സ് മൈനസ് 1 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തോളൂ. എക്സ് മൈനസ് 1 ഇൻറ്റു ബാലൻസ്ഡ് ടേം എഴുതുക. എക്സ് മൈനസ് 3 മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 2 വരും. ഓക്കെ, ഡിനോമിനേറ്ററിലൊന്നും ഇല്ലല്ലോ. ഇല്ല, ഡിനോമിനേറ്ററിലൊന്നുമില്ല, മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാം. എന്താ കിട്ടാൻ നോക്കി നോക്കിയേ. എക്സ് മൈനസ് 1 ഇൻറ്റു മൈനസ് 3x പ്ലസ് 9 പ്ലസ് 4x മൈനസ് 8 ഇതാണ് വരിക. അപ്പോൾ അത് 4x മൈനസ് 3x എക്സ് എന്ന് വരും, പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് ഇതിൻ്റെ ആൻസർ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് 1 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇത്രയാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് 40 ചോദ്യങ്ങളാണ് അസിസ്റ്റന്റ് ഡയറക്ടറിൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ PSC പരീക്ഷയിൽ ചോദിച്ചത്. ആ 40 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. മാത്സ് ഒന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.